മനോഹരമായ നദി ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇതാണ് അച്ഛൻ കോവിലാർ. പശ്ചിമഘട്ടത്തിൻ്റെ വനമേഖലകളിലൂടെ ഒഴുകി എത്തുന്ന അച്ഛൻ കോവിലാർ പത്തനംതിട്ട, കൊല്ലം പ്രദേശങ്ങളിലൂടെ ഒഴുകി പ്രകൃതിയോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു നദിയാണ്. അച്ഛൻ കോവിലാറും പന്തള രാജവംശവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അച്ഛൻ കോവിലാറിൻ്റെ ഇരു കരകളിലുമായി പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട പൈതൃക കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു എന്ന് പൈതൃക രേഖകൾ വ്യക്തമാക്കുന്നു. നമ്മളിവിടെ വന്നത് ശ്രീ ശബരിമല അയ്യപ്പൻ്റെ കുട്ടിക്കാലം ഒക്കെ ജീവിച്ച പന്തളം കൊട്ടാരം കാണാനാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ധർമ്മശാസ്ത ക്ഷേത്രവും ഉള്ളത്. ഈ ചെറിയ സ്ഥലത്തെ പന്തളം കൊട്ടാരവും പിന്നെ ഇവിടുത്തെ രാജാവായ, അതായത് അയ്യപ്പനെ എടുത്തു വളർത്തിയ രാജാവായ ശ്രീ രാജശേഖരൻ മണ്ഡപവും ഒക്കെ കാണാം. കൊട്ടാരത്തിനുള്ളിൽ കാര്യമായി കാണാനൊന്നുമില്ല. ഒരു മുറിയിൽ പഴയ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. തൊട്ടടുത്താണ് തിരുവാഭരണം സൂക്ഷിച്ചു വെച്ച കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അച്ഛൻ കോവിലാറിൻ്റെ തീരത്തായി ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രവും ഉണ്ട്. ശ്രീ ശബരിമല അയ്യപ്പൻ ബ്രഹ്മചാരി ആണെങ്കിലും ഇവിടെ ഈ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ തൻ്റെ ഭാര്യമാരായ പൂർണ്ണയും പുഷ്കലയും ഓടൊപ്പമുള്ള പ്രതിഷ്ഠയാണ്. ശബരിമല അയ്യപ്പൻ്റെ കഥ അറിയാത്ത ഒറ്റൊരാളും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. കാട്ടിൽ നിന്ന് മണികണ്ഠനെ കിട്ടിയതും മണികണ്ഠൻ വളർന്ന് ശബരിമല അയ്യപ്പനായി മാറിയതും പുലിപ്പാല് കൊണ്ടുവന്നതും എല്ലാം അറിയുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. പന്തളം കൊട്ടാരം എന്നൊക്കെ നമ്മൾ വിചാരിക്കും മനസ്സിൽ വലിയൊരു കൊട്ടാരമാണെന്ന്. ശരിക്കും നോക്കൂ, ഇത് ചെറിയൊരു കെട്ടിടമാണ്. മണ്ഡലകാലം നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വ്രതം നോറ്റ് 40 ദിവസം വ്രതം നോറ്റ് ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കാണുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അയ്യപ്പൻ ജനിച്ച പന്തളം കൊട്ടാരവും രാജരാജശേഖരൻ മണ്ഡപവും തിരുവാഭരണം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കെട്ടിടവും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.